മക്കളെ, CM Kids UP അല്ലെങ്കിൽ USS എക്സാം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? അപ്പോൾ 2027 എക്സാം എഴുതണം എന്ന് വിചാരിക്കുന്ന കുട്ടികളാണോ നിങ്ങൾ? എങ്കിൽ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററായ മിഡീവൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്ക് നമുക്കിന്ന് നോക്കിയാലോ? നമ്മൾ ഇന്ന് നോക്കുന്നത് മുഗൾ റൂളിനെ കുറിച്ചാണ്. നമ്മുടെ മുഗൾ എംപയറിലെ ഇമ്പോർട്ടൻറ്റ് റൂളേഴ്സും അവരുടെ റെയിനിങ് പീരിയഡുമാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ മുഗൾ എംപയർ ഫൗണ്ട് ചെയ്തത് ആരാണ്? ബാബർ ആണല്ലേ. അപ്പോൾ ബാബർ 1526 മുതൽ 1530 വരെയാണ് ഇന്ത്യ റൂൾ ചെയ്തിട്ടുള്ളത്. ദെൻ വന്നിട്ടുള്ള രാജാവാണ് ഹുമയൂൺ. ബാബറിന്റെ മകനായിരുന്നു. അദ്ദേഹത്തിന് 2 ഡ്യൂറേഷൻ കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ബാബർ മരിച്ച സമയത്ത് ഹുമയൂൺ വന്ന് രാജാവായി. അത് 1530 മുതൽ 1540 വരെയാണ് അദ്ദേഹം ഭരിച്ചത്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഇന്ത്യ നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹം അത് റീഗെയിൻ ചെയ്യുന്നത് എപ്പോഴാണ്? 1555 മുതൽ 1556 വരെയാണ് അദ്ദേഹം പിന്നീട് റീഗെയിൻ ചെയ്ത് റൂൾ ചെയ്തത്. അപ്പോഴേക്ക് ഹുമയൂൺ മരിച്ചു. പിന്നെ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള അക്ബർ ആണ് വന്നത്. അക്ബർ 1556 മുതൽ 1605 വരെയാണ് റൂൾ ചെയ്തിട്ടുള്ളത്. അക്ബർ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ജഹാംഗീർ ആണ് വന്നത്. ജഹാംഗീർ 1605 മുതൽ 1627 വരെയാണ് ഇന്ത്യ ഭരിച്ചിട്ടുള്ളത്. ജഹാംഗീറിന് ശേഷം ആരാണ് വന്നത്? ജഹാംഗീറിന് ശേഷം ഷാജഹാനാണ്. താജ്മഹലൊക്കെ പണി കഴിപ്പിച്ചിട്ടുള്ള ഷാജഹാനാണ് വന്നത്. ഷാജഹാൻ 1628 മുതൽ 1658 വരെയാണ് ഇന്ത്യ റൂൾ ചെയ്യുന്നത്. ഇതിന് ശേഷമാണ് ഔറംഗസേബ് വന്നത്. ഔറംഗസേബ് ഇന്ത്യ റൂൾ ചെയ്യുന്നത് 1658 മുതൽ 1707 വരെയാണ് ഔറംഗസേബ് ഇന്ത്യ റൂൾ ചെയ്യുന്നത്. ഇനി ഇതിന് ശേഷം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂളർ കൂടെ ഉണ്ട്. ആരാണ്? ബഹദൂർ ഷാ സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് മുഗൾ എംപറേഴ്സ് എന്ന് പറയുന്നത്. ഇവരെ ഓർമ്മിക്കാൻ ഒരു ചെറിയ കോഡ് കൂടെ പറഞ്ഞു തരാം. എന്താണ്? ഭാജ് സ എന്ന് പറയുന്നതാണ്. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ ആൻഡ് ഔറംഗസേബ്. അപ്പോൾ ഇത് പഠിച്ചാൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുഗൾ എംപറേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ USS എക്സാം ടാക്കിൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്യാൻ മറക്കണ്ട.